ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കൃഷി സ്ഥലത്ത് മൂക്കാറായ ഒരു കുരുമുളക് ചെടിയിൽ നിന്ന് അതിൻ്റെ കുരുമുളക് പറിക്കാനായിട്ട് എത്തിയതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കടപ്ലാവ് അഥവാ ചീമച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കടച്ചക്ക ഇവിടെ കായ്ച്ചു നിൽക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിച്ചു. അതായത് ധാരാളം കാർബോഹൈഡ്രേറ്റ്, ഫൈബർ കണ്ടൻറ്റ് മുതലായ വൈറ്റമിൻസ്, അതുപോലെ തന്നെ വിറ്റാമിൻ ബി കോംപ്ലക്സ്, പൊട്ടാസ്യം തുടങ്ങിയ കണ്ടൻറ്റുകളെല്ലാം ധാരാളമായി അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ ഈ ചീമച്ചക്ക അഥവാ കടച്ചക്ക. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ബ്രെഡ് ഫ്രൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിത് കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തോരനായിട്ടും ഇറച്ചിയുടെ കൂട്ടുകറിയായിട്ടും വറുത്തരച്ചും അതേപോലെ നമ്മൾ ഉപ്പേരിയായിട്ടും ചിപ്സായിട്ടും ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് ഇത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണ പദാർത്ഥമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. നമ്മൾ ചോറ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഫൈബറിനെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് പൈൽസ് രോഗികൾ, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, കരൾ രോഗികൾ, അങ്ങനെയുള്ള പേഷ്യൻസിനും എല്ലാം ഇത് ധാരാളം സഹായകരമാണ്. ഫൈബർ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണിത്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ 1.5 വയസ്സിന് ശേഷം ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മലബന്ധം മാറാൻ, അത്യാവശ്യം തടി വയ്ക്കാൻ, ശരീരം സംരക്ഷിക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ മെലിഞ്ഞ് ആളുകൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ണം വയ്ക്കാനും, അതേപോലെ മുടി വളരാൻ, താരൻ മാറാൻ, സന്ധിവേദന തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു പരിധി വരെ സഹായകരമാണ്. അപ്പോൾ എല്ലാവരും ഈ കടച്ചക്ക വീടുകളെ നമ്മൾ വളർത്തുവാണെങ്കിൽ ഒരു 4 വർഷം മുതൽ ഒരു 40 വർഷത്തോളം ഇതിന് ലൈഫ് കിട്ടും. ധാരാളം കായ്ച്ച് നിൽക്കും. നമ്മളിത് മാർക്കറ്റിലൊക്കെ വാങ്ങുവാണെങ്കിൽ ഏകദേശം 80 രൂപയോളം കിലോയ്ക്ക് വിലയുള്ളതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെയുള്ള കടച്ചക്കയൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങി വയ്ക്കുവാണെങ്കിൽ ഇത്ര ഔഷധ മൂല്യമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം വേറെ ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.